നമസ്കാരം. പ്രധാന വാർത്തകൾ. വീണ്ടും തിരിച്ചടി. മോദിയുടെ വികസിത് ഭാരത് വാട്സ്ആപ്പ് സന്ദേശം തടഞ്ഞ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. RLV രാമകൃഷ്ണനെതിരെയുള്ള വർണ്ണജാതി വിവേചനവും നിന്ദയും അത്യന്തം അപലപനീയം. മന്ത്രി വീണ ജോർജ്. എന്നെ അങ്ങനെ വിളിക്കരുത്, നിർത്തൂ, എനിക്കത് ഇഷ്ടമല്ല. ആരാധകരോട് കോഹ്ലി. വാർത്തകൾ വിശദമായി. മോദിയുടെ വാട്സ്ആപ്പ് സന്ദേശം തടഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വികസിത് ഭാരത് സന്ദേശമാണ് തടഞ്ഞത്. പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് നടപടി. അതേസമയം സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മോദി പ്രചാരണം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ പരാതി ഛത്തീസ്ഗഡ് റിട്ടേണിംഗ് ഓഫീസർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരുന്നു. വാട്സ്ആപ്പ് സന്ദേശത്തിലൂടെയും പ്രചാരണ യോഗങ്ങൾക്കെത്താൻ നാവികസേന വിമാനം ഉപയോഗിച്ചും മോദി ചട്ടലംഘനം നടത്തുന്നുവെന്നാണ് പരാതി. പ്രതിഭാസധനനായ ശ്രീ RLV രാമകൃഷ്ണനെതിരെയുള്ള വർണ്ണജാതി വിവേചനവും അത്യന്തം അപലപനീയമെന്ന് മന്ത്രി വീണ ജോർജ്. അദ്ദേഹത്തിനെതിരെയുള്ള പരാമർശങ്ങൾ കേരളീയ സമൂഹത്തിന് അപമാനമാണെന്ന് മന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഇനി കായിക വാർത്ത. IPLന് മുന്നോടിയായി ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെത്തിയ RCB സൂപ്പർ താരം വിരാട് കോഹ്ലിക്ക് ആരാധകർ വൻ വരവേൽപ്പാണ് നൽകിയത്. RCB അൺബോക്സ് പരിപാടിക്കെത്തിയതാണ് താരം. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനൊപ്പം 2008 IPLന്റെ പ്രഥമ സീസൺ മുതൽ കോഹ്ലിയുണ്ട്. താരത്തെ ആരാധകർ കിങ് കോഹ്ലി എന്നും വിളിക്കാറുണ്ട്. എന്നാൽ കിങ് കോഹ്ലി എന്ന പേര് ഇഷ്ടമല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ താരം. പരിപാടിയുടെ അവതാരകൻ ഡാനിഷ് ഇക്കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. തനിക്ക് നാണക്കേട് തോന്നാറുണ്ട് ഈ വിളി കേൾക്കുമ്പോൾ എന്നാണ് താരം പറയുന്നത്. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.